എടി ഗാദേ, ഐ ലവ് യു. ഇത്രയല്ലേ ഉള്ളൂ? ഇല്ല, ഐ ലവ് ഇത്രയല്ലേ ഉള്ളൂ? ഇല്ല, തീർന്നില്ല. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂന്ന് നിനക്കറിയില്ല. എന്റെ തൊലിക്കട്ടി നീ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. നിനക്ക് കാണണോ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂന്ന്? കാണണം. ഓഹോ, എന്നാ കാണാം. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാനേ നിന്റെ ചൊടിയിൽ വിരിയും മലരിൻ നലികൾ വന്നു നുകരും. എങ്ങനെ 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 ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകടോ. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാനേ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടു മോകന്ത ശാഖികളിൽ. മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടു മോകന്ത ശാഖികളിൽ. തളിരിലതുള്ളും കുയിലുകൾ പാടി അരിവിള പൊട്ടി പുഴയതു പാടി വനജോത്സ്ന പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിൻ അഴകേ നീ വരുമോ. ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകടതോ. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാനേ നിന്റെ ചൊടിയിൽ വിരിയും മലരിൻ നലികൾ വന്നു നുകരും. അയ്യടാ നന്നായിരിക്കുന്നു. മധുമാസരാവിന്റെ പൂമഞ്ചലിൽ പനിമതി തീരത്തോ വന്നിറങ്ങി. മധുമാസരാവിന്റെ പൂമഞ്ചലിൽ പനിമതി തീരത്തോ വന്നിറങ്ങി. കസവളപ്പട്ടിൻ മുളക്കച്ചക്കെട്ടി നറുനിലച്ചേല ഞൊറിയിട്ടൊടുത്തു മധുരമാം ഗാനത്തിൻ മുരളിയുമായി എന്റെ അരികിൽ വരാമോ പെൺകൊടി നീ. ഈ മനുഷ്യന് നാണല്ലേ? ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകടതോ. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാനേ നിന്റെ ചൊടിയിൽ വിരിയും മലരിൻ നലികൾ വന്നു നുകരും. ഹോ, ഇതെന്തൊരു ശല്യ. ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകട ദിന്ദാങ്കട കിടതരി കിടകടതാ. സൂപ്പർ സൂപ്പർ.
റിഹേഴ്സ് ചെയ്താൽ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ നിമിഷ നടന്മാരാണോ? അയ്യോ. ഒരു ടാലന്റഡ് ആണ്. ആൻഡ് ആര്യ അസാധ്യമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു മാം. ഡെയ്ൻ ആൻഡ് മീനാക്ഷി നിങ്ങൾ എന്ത് മനുഷ്യരാന്നേ. അങ്ങനത്തുള്ള അങ്ങനൊന്നുള്ള ടേക്കിലൊക്കെയാണ് നിങ്ങൾ. ഞാനൊരു ഏതെങ്കിലും ഫിലിമിൽ അഭിനയിക്കാൻ നിങ്ങൾ 2.5 മണിക്കൂർ കൊണ്ട് സിനിമ അഭിനയിച്ചിരിക്കുമോ? ഇപ്പോഴത്തെ ജനറേഷൻ ഒരു ഭയങ്കര ടാലന്റഡ് ആണ്. പറയാതിരിക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷ. ഒരു രക്ഷയില്ല. ഞങ്ങളെ ഈ മീനാക്ഷി പഴയ ജനറേഷനാ. ഹലോ, ഞാൻ പഴയ ജനറേഷൻ ആണെങ്കിൽ ഡെയിനും പഴയ ജനറേഷൻ അല്ല, ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറഞ്ഞ ഒരു പാട്ടിന്റെ പിക്ചറൈസേഷൻ ശരിക്കും ഞങ്ങൾ അങ്ങനെ അത് അങ്ങനെ കണ്ടതാണ്. കാണുന്നത്. ഈവൻ മീനാക്ഷി ഇവിടെ വന്നിരുന്നപ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഡെയിൻ നമ്മളോടൊക്കെ ചോദിക്കുന്നു മീനാക്ഷിയെ കണ്ടോന്നൊക്കെ. സോ നാച്ചുറൽ. ഓക്കെ. ഐ എം ടെലിംഗ് യു, ഞാൻ ഇങ്ങനെ ഇത്രയൊരു ഇംപ്രോവ് ഞാൻ കണ്ടിട്ടില്ല. സോ ബ്ലോൺ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. സുഖം. എനിക്ക് വയ്യ. നീ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് നടക്കുന്ന കണ്ടപ്പോ എനിക്ക് ലാലേട്ടന് ഓർമ്മ വന്നു. മധുമാസരാവിന്റെ പൂമഞ്ചലിൽ പനിമതി തീരത്തോ വന്നിറങ്ങി. ഈ നാട്ടുകാർ ഇവരുടെ പാട്ട് മുടക്കം കേറി വന്ന സത്യം എന്റെ അതെ. പേടിപ്പതാ. തടസ്സങ്ങളാണെന്ന് പറയോ എന്നുള്ളൊരു പേടി പേടി. മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും appreciate കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് എന്തായാലും. ആര്യ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതാണ് അവർക്ക് വേണ്ടത്. ആര്യയുടെ ഭാഗം അത് ലാസ്റ്റത്തെ ആ സ്പീഡിലുള്ളത് അത് അവരത് അതൊക്കെ അസാധ്യമായിട്ട് അസാധ്യമായിട്ട് പാടിക്കളഞ്ഞു. ക്യാ ബാത്, ക്യാ ബാത്. അത് വളരെ എളുപ്പം. ഞാൻ പാടിയതാ ആ ഒരു പോർഷനില് വെള്ളി അടിച്ച് പാടിയത്. ഏത് സാറാണ് പാടിയിരിക്കുന്നത്? അത് ശരി. പാട്ടുകാർക്ക് വെള്ളി അടിക്കാൻ പറ്റില്ലല്ലോ. അതല്ല സിനിമയിൽ ആ പോർഷൻ സാർ ആ ഒറിജിനൽ പാടി സാറാ. ആ ഈ പാട്ടല്ല മോനെ. അത് ഇന്താങ്കൃത വരകിട 3-4 പ്രാവശ്യം ഉണ്ട്. അതിലൊരു സ്ഥലത്ത് ഈ ഓട്ടോറിക്ഷയുടെ ഇടത്തിൽ ഞളുങ്ങളുണ്ട്. ആ സമയത്താണ് ഇത് പാടണം പോലെ. അപ്പൊ ദിന്താങ്കട് ഇങ്ങനെ പാടാൻ പറ്റില്ല. ദിന്താങ്കട് തരികിട ദിന്താങ്കട് തരികിട ദിന്താങ്കട് തരികിട സോം. സാർ അത് എന്താ പാടിയിരിക്കണെന്ന് വർഷങ്ങളായി ഞങ്ങൾ അതെ, അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിലെ തരികിട മാത്രം നിങ്ങളൊക്കെ മനസ്സിലാക്കി. അറിഞ്ഞോ ഈ ന്യൂസ്? നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫ് വഴി എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾ അറിയാൻ ഈ ഒരു സത്യം ഔസേപ്പച്ചൻ സാറിന് മാത്രം അറിയണ്ടായിരുന്നു. സിനിമയിൽ ആ അല്ല, കുഴപ്പമില്ല കേട്ടോ. സാറാണത്രേ. എന്റെ ദൈവം, എനിക്ക് ഈ ഈ ഒരു നിമിഷത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് എനിക്ക് രഞ്ജിനി ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളാണ്. സെറ്റ് കൃതാർത്ഥരായി സാർ. അതെ. വയസ്സാകുമ്പോ പറയാൻ ഒരു കഥ കൂടെ ആയി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നേരെ പാടാണ്ട് വെള്ളി അടിച്ച് പാടിയതിന് ഇത്രയും അപ്രീസിയേഷൻ. അയ്യോ സർ, അതൊരു യോഡ്ലിംഗ് പോലെയാണ് ഫീൽ ചെയ്യണേ. ഒരു യോഡ്ലിംഗ് ആണത്. യോഡ്ലിംഗ് ആണ്. യോഡ്ലിംഗ് ആണ്. വെള്ളി അടിച്ചല്ല, യോഡ്ലിംഗ് ആയിട്ട് പാടണം എന്ന് പറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ട്. അത് ശ്രമിച്ച് അത് ഞാനത് ട്രാക്ക് മീൻ ഇതില് ട്രാക്കിൽ ഇങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി കയറി പാടി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എനിക്ക് ഇനി സന്തോഷമായി. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയി പോയി സാർ. അതെ. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി.